റെട്രോ സിനിമ തിയേറ്ററിൽ സൂര്യ ഫാൻസ് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അതിന് സോങ്ങും വൻ ഹിറ്റായിരിക്കുകയാണ്. ആ സോങ് കണ്ട് എല്ലാവർക്കും ഈ നിൽക്കുന്ന മുഖങ്ങളെയും പരിചയം ഉണ്ടാവും. ആ സിനിമയിൽ ആ സോങ്ങിൽ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച ടീമാണ് ഈ നിൽക്കുന്നത്. ജീവ, താജു, വിജിഷ്, രാഘു. ഞങ്ങള് 74X മണവാളൻസ്. പാട്ടിൽ നിങ്ങൾ ഈ 4 മുഖങ്ങളും കണ്ടെങ്കിലും ആ സിനിമയിൽ ത്രൂ ഔട്ട് സൂര്യയുടെ ഒപ്പം നിന്ന് അഭിനയിച്ച അല്ലെങ്കിൽ ഒരു കഥാപാത്രം ചെയ്ത ആളാണ് രാഘു. ഇതെങ്ങനെ ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടു? മുണ്ട് ഡാൻസ് കുറച്ച് വൈറലായിരുന്നു. അപ്പോൾ ഈ ഡാൻസ് സൂര്യ സാറിൻ്റെ വൈഫ് ജ്യോതിക മാം ആള് ഡാൻസ് കണ്ട്. അപ്പോൾ ഇവര് ഇങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ചൊരു ഭീകരത ഉള്ളൊരു ഫിഗറുള്ള ഒരാളെ വേണം. പെട്ടെന്ന് അപ്പോൾ എന്നെ സ്കെച്ച് എടുത്ത് അതിൻ്റെ അകത്ത്. ഇത് കൂടാണ്ട് സൂര്യ സാറിന് എന്തായാലും നമ്മളുടെ ഈ ഡാൻസ് ടീമിനെ ഈ സിനിമയിലേക്ക് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ആളുടെ കൂടെ ആ ഫ്രണ്ടിൻ്റെ വേഷം ചെയ്യാൻ ഒരാളും വേണം. നേരത്തെ പറഞ്ഞല്ലോ ഭീകരത ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് നൈസായിട്ട് അങ്ങോട്ട് പൊക്കി അവനെ കൊണ്ട് ഒരു ഓഡീഷൻ ചെയ്യിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓഡീഷൻ ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് എൻട്രി ആവുന്നത്. നിങ്ങളുടെ റീലൊക്കെ ആദ്യം തൊട്ടേ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ കോസ്റ്റ്യൂമിന് പറ്റിയ പാട്ടാണോ ഇതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. പക്ഷെ അത് അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്യും. ഒരുപാട് മില്യൺ വ്യൂസ് ഒക്കെ കിട്ടുന്ന റീൽസ് ആണ് ചെയ്തത്. അപ്പൊ ഈ റീലിന്റെ ഒക്കെ പിന്നാമ്പുറത്ത് ആരാണ്? ഇത് നമ്മളുടെ കൊറിയോഗ്രാഫർ താജുക്ക മുണ്ട് മടക്കി കുത്തിയാണ്ടല്ലോ വേറെ പരിപാടി ആൾക്കാർ ഞെട്ടിപ്പോവും. അറിയാൻ പാടില്ലല്ലേ ഇതിന്റെ അവസരം കാണിച്ചാൽ എന്താന്നുള്ളത്. ഇപ്പോൾ ഈ ജനറേഷൻ എല്ലാം ഫോളോ ചെയ്യുന്നവരാണ് വെസ്റ്റേൺ കൾച്ചർ ഹിപ്പ് ഹോപ്പ് റെപ്രസെൻ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. നല്ല കാര്യങ്ങൾ തന്നെ ഞങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കൊരു സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് വേണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായി. അങ്ങനെയാണ് ഈ സംഭവത്തിലോട്ട് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഒരു വർഷമായിട്ട് ഈ ലുങ്കി വെച്ച് ചെയ്യുക. കാരണം ആ ലുങ്കി കൊണ്ടാണ് ഒരുപാട് എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ വരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടൻസ് ഗോട്ട് ടാലൻറ്റ്, അതുപോലെ ഇന്ത്യ ഗോട്ട് ടാലൻറ്റ് എന്ന് ഇതൊക്കെ കോള് വന്നിട്ടുണ്ടായിരുന്നു. റെട്രോയിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാഘുവാണ് മൂവിയിൽ ഫസ്റ്റ് പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ ആൻഡമാനിലെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചെന്നൈയിലോട്ട് പോകുന്നത്. അങ്ങനെയാണ് സൂര്യ സാറിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. സൂര്യ സാറിലെ ഷെയ്ക്കൻ്റെ ചെയ്ത പൈസ ആയി ശരിക്കും പറഞ്ഞാൽ. മൂവിയിലെ മാരകമായിട്ടുള്ള ഒരു ഷോർട്ട് സിംഗിൾ ഒരു ഒറ്റ സ്ട്രക്ചറിൽ ഞങ്ങൾ ഒരു 4 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്താൽ രാവിലെ ഒരു 5 മണിയാവും കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ 4ാമത്തെ ദിവസമാണ് ഇത് ക്ലിയർ ആവുന്നത്. ആ 4ാമത്തെ ദിവസം കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത ഉടനെ സൂര്യ സാർ വന്ന് കെട്ടിപ്പിടിക്കലായത്. നമുക്ക് ആ ഒരു രോമാഞ്ചത് നമ്മളെല്ലാവരും സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷെരീഫ് മാസ്റ്റർ വന്നിട്ട് പറഞ്ഞൊരു 2 സ്റ്റെപ്പ് ഒരു ലാഗ് പോലെ തോന്നുന്നുണ്ട്. ഒരു 2 സ്റ്റെപ്പ് പുതിയത് ആഡ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ കണ്ടില്ല, ആ സ്റ്റെപ്പിലാണ് നമ്മൾ നിന്ന് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ സൂര്യ സാറും പൂജ ഹെഡ്ജൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മളത് പഠിപ്പിച്ചു തന്ന കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ വേണ്ട. പെട്ടെന്നാണ് ഒരാളിങ്ങനെ 2 കൈ ഇങ്ങനെ പറയുക വന്നിട്ട് എന്നാ ഓൺ കമ്പോസിങ് പണ്ടറിയാമെന്ന്. അപ്പോൾ എനിക്കൊന്നും പറയാനറിയാൻ പാടില്ല, തമിഴൊന്നും വന്നില്ല വായിന്നൊന്നും. അപ്പോൾ ഇവർ തന്നെ ഒന്ന് പറഞ്ഞ്. അപ്പോൾ ആ ടൈമിലാണ് പുള്ളിക്കാരൻ പറയണത്, നിങ്ങൾ ശരിക്കും ജയിൽ സോങ്ങിന് വേണ്ടിയിട്ടാണ് ആദ്യം നിങ്ങൾ വിളിച്ചത്, പക്ഷെ നിങ്ങൾ വന്നത് റൈറ്റ് ടൈമാണ്, നിങ്ങൾക്ക് പറ്റിയ പാട്ട് ഇത് തന്നെയാണെന്നൊക്കെയുള്ള അങ്ങനെ കുറച്ച് ഡൗൺ ടു എർത്ത് പേഴ്സൺ, കൂളായിട്ടൊരു മനുഷ്യനാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് അവിടെ ഇരിക്കണേണ്. ഓൾറെഡി ഒരു ഡാൻസ് ഫ്ലോറാണ്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നു. ഞങ്ങളപ്പോൾ പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ വന്ന് ഒരു ചെയറായിട്ട് ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ രാഘവൻ എടാ വാ പരിചയപ്പെടാം കമ്പോടൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇത് നമുക്കൊരു പേടിയുണ്ടാകും. കാരണം അത്ര വലിയ മനുഷ്യനെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമായിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്നും ഒരു ഇതില്ല. പറഞ്ഞു ഇല്ല വാ നിങ്ങൾ വന്നേ എന്നുള്ളത് സീനിൽ ഞങ്ങൾ എല്ലാവരും കൂടി വിളിച്ചു. എന്നിട്ട് നേരെ ഞങ്ങൾ ഇപ്പം വിളിച്ചിട്ട് അങ്ങോട്ട് അടുത്തേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ മാറി നിൽക്കണേ, ബാക്കിലേക്ക് ഇങ്ങനെ മാറി നിൽക്കണേ. പുള്ളി ഞങ്ങൾ എണീറ്റ് വേഗം തന്നെ ചാടി ഒറ്റടി അടിച്ചു. പിന്നെ ഒപ്പം തന്നെ അപ്പോൾ മറ്റേ ചെന്നൈ ലൈസൻസ് ഒക്കെ ഉണ്ടാവും. അവരൊക്കെ ഇങ്ങനെ നിൽക്കണ വെച്ചാൽ നമ്മളാണ് കൈ തന്നെ നിൽക്കണം. വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നവർ മനസ്സിലായ ആ ടീമിനെ അത്ര ഇഷ്ടമായത് കൊണ്ടിട്ടാണ് പുള്ളി ആ ഒരു ഇത് വന്നത്. ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് തെറ്റിപ്പോവോ എല്ലാം ഇനി നിങ്ങളുടെ ഭാഗത്ത്? ഇല്ലല്ലോ, ഡാൻസിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല ഞങ്ങൾക്ക്. കാരണം ഈ ലുങ്കി കൊണ്ട് ഒന്നാമത് ചെയ്തിട്ട് 1 വർഷമായി. അപ്പോൾ ലുങ്കിയും നമ്മളായിട്ട് ഒരുപാട് ഇണങ്ങി. നമ്മൾ ഈ കൂട്ടുകാരും ബന്ധമുള്ള പോലെ തന്നെ ഈ ലുങ്കിയായിട്ട്. രാഘു ആ സിനിമയിൽ ത്രൂ ഔട്ട് ഒരു ഇപ്പോൾ ഓഡിഷന് പോയി അതിൽ സെലക്ട് ആയെന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു എന്തായിരുന്നു ആ ഒരു എക്സൈറ്റ്മെന്റ്? കാർത്തിക് സുബരാജ് പോലെ ഒരു ഡയറക്ടർ, സൂര്യ പോലെ ഒരു ആക്ടറിന്റെ. പിന്നെ ഈ കാർത്തിക് സുബരാജ് സാറാണെങ്കിലും ഭയങ്കര ഒരു പേഴ്സണാണ്. അല്ല പുള്ളി നമ്മള് പെർഫോമൻസ് ചെയ്യുമ്പോൾ പുള്ളി അവിടെ വന്ന് നിൽക്കും. ഇങ്ങനെ അവിടെ വന്ന് നിൽക്കും. ഞങ്ങള് പെർഫോമൻസ് ആണ് കെട്ടിപ്പിടിക്കുന്ന സുഖം കാർത്തിക് സുബരാജ്.
ആർട്ടിസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇങ്ങനെയാണ് കുറെ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ പിന്തിരിഞ്ഞ് പോകരുത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി പറയണ നമ്മളോട് ഇത്രയും നമ്മളോട് അങ്ങ് സംസാരിക്കേണ്ട ആവശ്യമില്ല മുത്തേ. പിന്നെ അങ്ങനെ സംസാരിക്കേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ആള് വേറെ ലെവൽ. ഓക്കെ, ഇനിയും സൂര്യനെ പോലുള്ള വലിയ വലിയ ആക്ടേഴ്സിന്റെ ഒപ്പം നിങ്ങൾക്ക് അഭിനയിക്കാനും ഡാൻസ് ചെയ്യാനൊക്കെ ഒരുപാട് അവസരം കിട്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ് ടീം 74X മണവാളൻസ്. താങ്ക് യു സോ മച്ച്.